കൈത്താക്കാലം 7-ാം ഞായർ സ്പേസ് ചാനൽ വചന വിചിന്തനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ആഴ്ച വചന വിചിന്തനത്തിനായിട്ട് സഭ നമുക്ക് നൽകിയിരിക്കുന്നത് ന്യായാധിപൻ്റെയും വിധവയുടെയും ഉപമയാണ്. ലൂക്കാ സുവിശേഷകൻ ഈ ഉപമ വിവരിക്കുന്നതിൻ്റെ പശ്ചാത്തലം വ്യക്തമാക്കിക്കൊണ്ടാണ് ഉപമ തുടങ്ങുക. ഭഗ്നാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുവാനായിട്ട് അവിടുന്ന് ഒരു ഉപമ അരുൾ ചെയ്തു. നിരന്തരം പ്രാർത്ഥിക്കണം. സഭയുടെ ശക്തി പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് കൈത്താക്കാലം അവസാന ഞായറാഴ്ച പ്രാർത്ഥനയുടെ ശക്തി വിശദമാക്കുന്ന ഉപമയുടെ വിവരണം സഭ നൽകുക. സഭയുടെ സമ്പത്ത്, സഭയുടെ വളർച്ചയുടെ അടിസ്ഥാനം പ്രാർത്ഥനയാണ്. ആദ്യ മാർപ്പാപ്പയായ പത്രോസ്ലീഹായ്ക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത സത്യം ഇതാണ്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 46-ാം തിരുവചനം. യേശു പറയുകയാണ്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. നമുക്കറിയാം, ആദിമ സമൂഹത്തിൽ ഈശോ ഉദ്ധാനം ചെയ്തതിന് ശേഷം ശിഷ്യന്മാരെല്ലാവരും പരിശുദ്ധ മറിയത്തിൻ്റെ സാന്നിധ്യത്തിൽ ഒരുമിച്ച് കൂടി തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചിരുന്നതായിട്ട് അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 14-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ അടിസ്ഥാനമിടുവാനായിട്ടുള്ള വലിയ ആഹ്വാനം വചനത്തിൽ നമ്മൾ ശ്രവിക്കുകയാണ്. സുവിശേഷത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ന്യായാധിപൻ, അവൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല, മനുഷ്യനെ മാനിക്കുന്നില്ല. ഒരു നീതിരഹിതനായ ന്യായാധിപനെ ദൈവവുമായിട്ട് താരതമ്യപ്പെടുത്തുന്ന ഒരു പരസ്പര വൈരുദ്ധ്യാത്മകമായ താരതമ്യത്തിലൂടെ പ്രാർത്ഥനയുടെ ശക്തി ലൂക്കാ സുവിശേഷകൻ ഇന്നിൻ്റെ വചനഭാഗത്തിൽ അവതരിപ്പിക്കുകയാണ്. ഈ നീതിരഹിതനായ ന്യായാധിപൻ സ്നേഹത്തെ പ്രതിയൊന്നുമല്ല, പക്ഷേ ആ വിധവയുടെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ച് ഒരു ശല്യം ഒഴിവാക്കാനെന്ന പേരിൽ കൂടി ആണെങ്കിൽ കൂടിയും അവളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അവൾക്ക് നീതി നടത്തി കൊടുക്കുമ്പോൾ അതിനെ ദൈവവുമായിട്ട് താരതമ്യം ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ ദൈവം, ഒത്തിരിയേറെ സ്നേഹിക്കുന്ന കരുണാസമ്പന്നനായ ദൈവം എത്രമാത്രം തന്നെ നിരന്തരം നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്കായിട്ട് നീതി നടത്തിക്കൊടുക്കും എന്നാണ് ഈ ഉപമയുടെ വിവക്ഷ. ഇവിടെ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, രാവും പകലും. ഇത് നമ്മൾ ബൈബിളിലെ ഒത്തിരിയേറെ ഇടങ്ങളിൽ കാണുന്ന ഒരു വാക്കാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 37-ാമത്തെ തിരുവചനത്തിൽ പ്രവാചികയായ അന്ന, 84 വയസ്സായ വിധവയായ ആ സ്ത്രീ വചനം പറയുകയാണ്, ദേവാലയം വിട്ടുപോകാതെ രാപകൽ പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിഞ്ഞുകൂടിയെന്ന്. എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഭാവത്തെ പ്രചോദിപ്പിക്കുകയാണ് രാവും പകലും എന്ന ഉള്ള വിവക്ഷ വഴി. എന്നാൽ നമുക്കറിയാം, ഈ സ്ഥിരമായ പ്രാർത്ഥന അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇത് ആധുനിക ജീവിതത്തിൻ്റെ ചൈതന്യത്തിന് ഘടകവിരുദ്ധമായ ഒന്നാണ്. കാരണം നമുക്കറിയാം, നമ്മൾ ജീവിക്കുമ്പോൾ എന്തും പെട്ടെന്ന് സാധ്യതമാകുന്ന ഒരു കാലഘട്ടമാണ്. നല്ലൊരു ഭക്ഷണം കിട്ടണമെങ്കിൽ പണ്ടൊക്കെ കാത്തിരിക്കണമായിരുന്നു വിശേഷ ദിവസം വരാൻ. ഇന്ന് കഴിക്കണമെന്ന് തോന്നി ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു. പുതിയ വസ്ത്രത്തിനായിട്ട് വിശേഷ ദിവസങ്ങളോ ബർത്ത്ഡേയോ കാത്തിരിക്കേണ്ട, ആവശ്യമുള്ളപ്പോൾ നമ്മൾ പോയി മേടിക്കുന്നു. എന്താഗ്രഹം വന്നാലും അത് ഉടനടി സാധിക്കുന്ന ഒരു സംസ്കാരത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. ഇവിടെയാണ് പ്രാർത്ഥന ഒരു പ്രതിസന്ധിയായിട്ട് മാറുക. പ്രാർത്ഥന ഒരു ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ പലപ്പോഴും കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആധ്യാത്മിക ജീവിതം, പ്രാർത്ഥനാ ജീവിതം ഒരു പ്രതിസന്ധിയായി മാറുന്നു. പലരും അത് ഒഴിവാക്കുന്നു. അത് പ്രായോഗികമല്ലെന്നൊക്കെ വിലയിരുത്തപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. നമ്മളൊക്കെ പ്രാർത്ഥിച്ചിട്ടുള്ളവരാണ്. പ്രാർത്ഥനയ്ക്ക് പ്രധാനമായും 4 രീതിയിലുള്ള പ്രതികരണമാണ് നമ്മൾ കാണുക. ചില പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും, പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഉത്തരം നൽകുന്നു. സുവിശേഷത്തിൽ നമുക്കറിയാം, അല്ലെങ്കിൽ ബൈബിളിലൂടെ നോക്കുമ്പോൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ സൂസന്ന നീതിരഹിതനായ ന്യായാധിപനെതിരെ പ്രാർത്ഥിക്കുന്ന മാത്രയിൽ തന്നെ, അവൾ കണ്ണുകൾ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന മാത്രയിൽ തന്നെ ദാനിയേൽ എന്നൊരു ചെറുപ്പക്കാരനിൽ ആത്മാവ് പ്രചോദിതനായി അവൻ നീതി നടത്തി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നിരവധി അവസരങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഉത്തരം കിട്ടുന്ന അവസരങ്ങൾ. നമുക്കറിയാം, ധ്യാനകേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് കരിസ്മാറ്റിക് ധ്യാനകേന്ദ്രങ്ങളിലും ആത്മീയ ശുശ്രൂഷകളിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങളും രോഗശാന്തികളും കിട്ടുന്ന അനുഭവങ്ങൾ നിരവധിയാണ്. നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനെ ഒരു ദൈവത്തെ, പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന ഒരു ദൈവം.
കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഉന്നതങ്ങളിൽ നിന്ന് അപ്പവും മന്നയും പെയ്തിറക്കി തരുന്നൊരു ദൈവം. ഹല്ലേലൂയ സ്തോത്ര വിളികൾക്ക് ഉള്ളിൽ ഉത്തരം നൽകുന്നൊരു ദൈവം. മക്കളില്ലായ്മയുടെയും മാറാവ്യാധിയുടെയും മോചനത്തിൻ്റെ ലോട്ടറി തേടുന്ന ഭാഗ്യത്തിൻ്റെ അജ്ഞാത വേലിറമ്പിൽ വസിച്ചുകൊണ്ട് അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന കൃപാധാരിയായ ദൈവം. ഈ ദൈവത്തെ നമുക്കിഷ്ടമാണ്. ഈ ദൈവത്തെ തേടി നമ്മൾ ഓടി അലയും. ഈ ദൈവത്തെ കാണുവാനായിട്ട് നമ്മൾ എവിടെയും പോകും. അതുപോലെ നമുക്ക് പ്രാർത്ഥനയിൽ കിട്ടുന്ന ഒരു പ്രതികരണമാണ് വളരെ വൈകി മാത്രം ഉത്തരം കിട്ടുന്നു. പ്രാർത്ഥിക്കുന്ന കാലത്തിലൊന്നല്ല നമുക്ക് ഉത്തരം കിട്ടുക. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, എലിസബത്ത് സക്രിയ ദമ്പതികൾ അവർക്കൊരു കുഞ്ഞിനെ കിട്ടുവാനായിട്ട് അവരുടെ വാർദ്ധക്യം വരെ കാത്തിരിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് ശെമിയോൻ, ഹന്ന പുണ്യവതിമാർ, അവർക്ക് ദൈവദർശനം കിട്ടിയത് ഒത്തിരിയേറെ വൈകിയാണ്. ചരിത്രത്തിൽ സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മോണിക്ക പുണ്യവതി ഭർത്താവിൻ്റെയും മകൻ്റെയും മാനസാന്തരത്തിനും തിരിച്ചുവരവിനായിട്ട് വർഷങ്ങളോളം കാത്തിരുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒത്തിരിയേറെ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനായിട്ട് കാത്തിരിക്കേണ്ടി വരുന്നൊരു അനുഭവം നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. മറ്റൊന്നാണ് പരോക്ഷമായ അനുഗ്രഹം. ആവശ്യപ്പെടുന്നതല്ല നമുക്ക് കിട്ടുന്നത്, ചോദിക്കുന്നതല്ല ലഭിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ബലഹീനത മാറ്റിത്തരണമേ എന്ന് കേണപേക്ഷിക്കുന്നുണ്ട്. എന്നാൽ ദൈവം പറഞ്ഞു, ബലഹീനത അവിടെ ഇരുന്നോട്ടെ, നിനക്കെൻ്റെ കൃപ മതി. ചോദിക്കുന്നതല്ല ദൈവം കൊടുക്കുക. ആരോ പറഞ്ഞത് കേട്ടത് ഓർമ്മിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ 17-ാം വയസ്സിൽ അവൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് 3 വർഷം കഴിയുമ്പോൾ 20 വയസ്സാകും. അപ്പോൾ എനിക്ക് 3 അനുഗ്രഹം നീ സാധിച്ചു തരണം. അവൻ്റെ 3 ആഗ്രഹങ്ങൾ അവൻ സമർപ്പിച്ചു. ഒന്നാമത്തെ ആഗ്രഹം ഇതായിരുന്നു, എനിക്ക് 20 വയസ്സാകുമ്പോൾ കൈ നിറച്ച് കാശ് വേണം. രണ്ടാമത്തെ ആഗ്രഹം ഇതായിരുന്നു, 20 വയസ്സാകുമ്പോൾ കാശ് മാത്രം പോരാ, എനിക്ക് സ്വന്തമായിട്ട് ഒരു വാഹനം വേണം. മൂന്നാമത്തെ ആഗ്രഹം ഇതായിരുന്നു, കാശും വാഹനവും മാത്രം പോരാ, 20 വയസ്സായ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനല്ലേ, എൻ്റെ ചുറ്റിനും പെൺകുട്ടികളുണ്ടാകണം. മനോഹരമായ ആഗ്രഹം അവനത് സമർപ്പിച്ചു. 20 വയസ്സായി. ദൈവം അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയാണ്. ദൈവം അവനെ ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ കണ്ടക്ടറാക്കി മാറ്റി. കൈ നിറച്ച് കാശ്, സ്വന്തമായ വാഹനം, ചുറ്റിനും പെൺകുട്ടികൾ. പരോക്ഷമായി കിട്ടുന്ന അനുഗ്രഹം. അതുപോലെ തന്നെ ആത്മീയതയിൽ നമ്മൾ കാണുന്ന, പ്രാർത്ഥനാ ജീവിതത്തിൽ കാണുന്ന മറ്റൊരു പ്രതികരണമാണ് ഉത്തരമില്ലാത്ത പ്രാർത്ഥന. നമ്മൾ യേശുവിൻ്റെ ജീവിതത്തിൽ കാണുന്നുണ്ട്. അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഗദ്ഗദങ്ങളുടെ ഗത്സമനിയിൽ നിന്നുകൊണ്ട് അവൻ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റിത്തരണമേ. മാറ്റിക്കൊടുക്കുന്നില്ല. അവിടെ ദൈവം നിശബ്ദനായിട്ട് മാറുകയാണ്. മോറിയായിൽ ഇസഹാക്കിൻ്റെ ബലിയർപ്പണം തടഞ്ഞ ദൈവം ഇവിടെ ഗാഗുൽത്തായിൽ തൻ്റെ പ്രിയപുത്രൻ്റെ ബലിയർപ്പണത്തിന് മാറ്റിത്തരണമേ എന്ന് അവൻ നിലവിളിച്ചിട്ടും മൗനം അവലംബിക്കുകയാണ്. ദൈവത്തിൻ്റെ ഈ മൗനത്തെ കഠിനമായ മൗനമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൊച്ചുബുദ്ധി കലഹിക്കുന്നുണ്ട്. ഉത്തരം കിട്ടാത്ത ഈ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ മനുഷ്യപുത്രൻ കീഴടങ്ങിയത് ഇപ്രകാരമാണ്, നിൻ്റെ ഇഷ്ടം പോലെ നിറവേറട്ടെ. ഉത്തരം കിട്ടിയിട്ടല്ല, സകല സമസ്യകളുടെയും പൊരുൾ ഗ്രഹിക്കുന്ന നിൻ്റെ ഉള്ളിൽ ഉത്തരമുണ്ടെന്നുള്ള ബോധ്യത്തിന്മേൽ തമ്പുരാൻ്റെ ഹിതത്തിന് കീഴ്വഴങ്ങുകയാണ്. ഇതാണ് പരിശുദ്ധ മറിയം നൽകിയ മാതൃക. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ നിറവേറട്ടെ. പ്രാർത്ഥനയുടെ ഏറ്റവും ഉദാത്തമായ ഭാവം ഇതാണ്. സ്വന്തം ഇഷ്ടത്തിനു മേലെ ദൈവത്തിൻ്റെ ഇഷ്ടം പ്രതിഷ്ഠിക്കുന്ന ഒരു ജീവിത ശൈലിയിലേക്ക്, ചൈതന്യത്തിലേക്ക് ഞാൻ രൂപാന്തരപ്പെടുകയാണ് പ്രാർത്ഥന വഴി. അപ്പോൾ ഇങ്ങനെ വിവിധങ്ങളായ പ്രതികരണങ്ങൾ നമുക്ക് പ്രാർത്ഥന വഴി കിട്ടുന്നുണ്ട്. ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് പറയാം, പ്രാർത്ഥിക്കുന്നവന് ദൈവം 3 സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. ഒന്നാമതായിട്ട് പ്രകാശം. പ്രാർത്ഥിക്കുന്നവന് പ്രകാശം കിട്ടുകയാണ്. സങ്കീർത്തന പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം, സങ്കീർത്തനം ഒരു പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ മുൻപിൽ സങ്കീർത്തകൻ അവൻ്റെ മനസ്സിൻ്റെ വേദനയും ആദിയും ദുഃഖവും സങ്കടവും എല്ലാം സമർപ്പിക്കുകയാണ്. പക്ഷേ പ്രാർത്ഥനയ്ക്കൊടുവിൽ സന്തോഷമാണ്. സ്തുതികൾ അർപ്പിച്ചുകൊണ്ടാണ് സങ്കീർത്തകൻ സങ്കീർത്തനം ഒട്ടുമിക്കതും അവസാനിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് അവസാനത്തെ സങ്കീർത്തനങ്ങൾ 146 മുതൽ 150 വരെയുള്ള സങ്കീർത്തനങ്ങൾ ദൈവത്തിന് സ്തുതി അർപ്പിക്കുകയാണ്. സന്തോഷത്തിൻ്റെ പ്രകീർത്തനങ്ങളായിട്ട് മാറുകയാണ്. പ്രാർത്ഥിക്കുന്നവന് കിട്ടുന്ന സമ്മാനമാണ് പ്രകാശം. അതുപോലെ വ്യക്തത കിട്ടും. എന്തിനു വേണ്ടിയാണ് ഞാൻ സഹിക്കേണ്ടത്? തൻ്റെ ജീവിത പ്രശ്നത്തിന് ദൈവം ഒരു വ്യക്തത നൽകുകയാണ്. മൂന്നാമതായിട്ട് ധൈര്യം കിട്ടും. ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിടുവാനായിട്ടുള്ള ധൈര്യം ദൈവം കൊടുക്കുകയാണ്. പ്രസിദ്ധ സുവിശേഷ പ്രഘോഷകനായ വില്യം ബ്രാക്ലി, അദ്ദേഹത്തിൻ്റെ ഏക മകൾ
ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ട് മരിക്കുകയാണ്. ആ മകളുടെ വിവാഹത്തിൻ്റെ ആലോചനകൾ നടക്കുന്ന, അതിൻ്റെ തിരക്കിൽ ഏർപ്പെട്ടിരിക്കുന്ന മാത്രയിലാണ് മകൾ മരിച്ചു എന്നുള്ള കഠിനമായ വാർത്ത ബാർക്ലി ശ്രവിക്കുന്നത്. ഒരു നിമിഷത്തെ മരവിപ്പിന് ശേഷം വില്യം ബാർക്ലി ഇപ്രകാരം പ്രതിവചിക്കുകയാണ്: എൻ്റെ മകള് കയറിയ കപ്പലിനെ എന്തുകൊണ്ടാണ് കൊടിയ തിരമാലയിൽ നിന്നും എൻ്റെ ദൈവം രക്ഷിക്കാതെ പോയത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഒരു കാര്യം എനിക്കറിയാം, എൻ്റെ ഉള്ളിൽ രൂപപ്പെട്ട വലിയ കൊടുങ്കാറ്റിനെ അവിടുന്ന് ഒതുക്കി, അതിനെ ഒരു തെന്നലാക്കി നല്ലവനായ ദൈവം മാറ്റി. ഇത് സത്യമാണ്. പ്രാർത്ഥന വഴി നമ്മുടെ പ്രശ്നങ്ങൾ മാറണമെന്നില്ല, പക്ഷേ ഏത് പ്രശ്നബന്ധിതമായ സാഹചര്യത്തെയും സന്തോഷത്തോടെ, പ്രകാശത്തോടെ, സമചിത്തതയോടെ, ധൈര്യത്തോടെ നേരിടുവാനുള്ള കൃപ പ്രാർത്ഥിക്കുന്നവന് ദൈവം നൽകുന്നുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം. നമ്മൾ വചനം ശ്രവിക്കുമ്പോൾ ഈശോ വീണ്ടും പറയുകയാണ്, രാവും പകലും വിളിച്ച് കരയുക എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ ആശ്രയബോധമാണ്. നിയമാവർത്തന പുസ്തകം 26-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ പറയുകയാണ്, ഇസ്രായേൽ ജനം തങ്ങളുടെ പൂർവികരുടെ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ദൈവം അവരുടെ നിലവിളി ശ്രവിച്ചു. അവിടുത്തെ ശക്തമായ കരം നീട്ടി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചുകൊണ്ട് അവരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ചു എന്ന്. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ യാചകനെ സൗഖ്യപ്പെടുത്തുകയാണ്. ജനമെല്ലാം നിശബ്ദരായിരിക്കാൻ അവനോട് പറയുന്നുണ്ട്. അവൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ് ദൈവത്തിന് വേണ്ടി. ഇതാണ് പ്രിയമുള്ളവരെ പ്രാർത്ഥന. എല്ലാ ആശ്രയവും നഷ്ടപ്പെട്ടവൻ്റെ ഒരു നിലവിളിയാണ്, പിടിവിട്ടവൻ്റെ നിലവിളിയാണ് പ്രാർത്ഥന. പൊള്ളുന്ന നെഞ്ചിൻ്റെ വേദനയാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥനയ്ക്കൊരിക്കലും ദൈവത്തിന് ശ്രവിക്കാതിരിക്കാൻ ആവുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൽ മഗ്ദലന മറിയത്തെ നമ്മൾ കാണുന്നുണ്ടല്ലോ. പുലർച്ചെ സാബത്താചരണം കഴിഞ്ഞ മാത്രയിൽ തന്നെ ഓടുകയാണ് അവൾ ഈശോയുടെ കല്ലറയിലേക്ക്. അവിടെ ചെന്നപ്പോൾ ഈശോയെ കാണുന്നില്ല. പിടയ്ക്കുന്ന ഹൃദയത്തോടെ, വലിയ ആഗ്രഹത്തോടെ അവൾ അവിടെ നിൽക്കുകയാണ്. അവൾ തിരിച്ചോടി ശിഷ്യന്മാരോട് പറഞ്ഞു, ഈശോയെ കാണുന്നില്ല. യോഹന്നാനും പത്രോസും ഓടി വരുന്നുണ്ട്. അവർ നോക്കിയപ്പോൾ കുഴിമാടത്തിൽ ഈശോ ഇല്ല. കുറേ നേരം കഴിഞ്ഞ് അവർ തിരിച്ചു പോവുകയാണ്. എന്നാൽ മറിയത്തിന് എവിടെ പോകാനാണ്? ജീവിതത്തിന് പ്രതീക്ഷ പകർന്ന ക്രിസ്തുവിനെ വിട്ടിട്ട് അവൾക്ക് എവിടെ പോകാനാണ്? അവൾ നിലവിളിച്ചുകൊണ്ട് വലിയ ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ ആ കല്ലറയ്ക്ക് തീരത്ത് തന്നെ ഇരിക്കുകയാണ്. വചനത്തിൽ വായിക്കുകയാണ്, അവൾക്ക് ദൈവദൂതൻ്റെ ദർശനമുണ്ടായെന്ന്. ഇതാണ് പ്രാർത്ഥനയുടെ അനുഭവം. പ്രാർത്ഥനയുടെ മിഴി തുറക്കുന്ന അനുഭവമുള്ളിടത്തെ ദൈവദൂതൻ്റെ ദർശനമുണ്ടാവുകയുള്ളൂ. അവിടെയാണ് അനുഗ്രഹത്തിൻ്റെ വഴികൾ തുറക്കപ്പെടുകയുള്ളൂ. കേവലം കൗതുകത്തിൻ്റെ പേരിൽ ദൈവസാന്നിധ്യത്തിന് മുൻപിലിരുന്നാൽ അത് പ്രാർത്ഥനയായിട്ട് മാറുകയില്ല. അതുകൊണ്ട് ഹൃദയം തുറക്കുന്ന, ഈശോയെ സ്വന്തമാക്കണമെന്നുള്ള വലിയ ആഗ്രഹത്തോടെ തമ്പുരാൻ്റെ മുമ്പിൽ ആരൊക്കെ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ടോ അവിടെയൊക്കെ ദൈവദൂതൻ്റെ ദർശനം ഉണ്ടാകുന്നുണ്ട്, അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ വചനത്തിൽ വായിക്കുകയാണ്, തോട്ടക്കാരനായിട്ടുള്ള ഈശോയ്ക്ക് മറിഞ്ഞിരിക്കാൻ സാധിക്കുന്നില്ല. തോട്ടക്കാരനിൽ നിന്നും ക്രിസ്തു കുതിച്ചു ചാടുകയാണ്. അവൾ തിരിച്ചറിയുകയാണ്, പ്രാർത്ഥിക്കുന്നവൻ്റെ മുൻപിൽ ദൈവത്തിന് മറിഞ്ഞിരിക്കാനാകില്ല. അനുഗ്രഹങ്ങളുമായിട്ട് കർത്താവ് നിൻ്റെ ജീവിതത്തിലേക്ക് കുതിച്ചു ചാടും. അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുക, സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവന് ഒന്നിനും കുറവുണ്ടാവുകയില്ല. വചനം വിശ്വസിക്കുക, പ്രാർത്ഥനയിൽ ആശ്രയിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.